ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ചായ കുടിച്ചാൽ ചോറ് കഴിച്ചോക്കെ ഇപ്പൊ വന്നു പറഞ്ഞിട്ട് അത് ചെയ്യ് ഇത് ചെയ്യുന്ന പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ അമ്മ ദോശ ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് അതൊന്നും കഴിക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. നീ എവിടെ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്നു ഉമ്മോട്? എനിക്ക് മാത്രം എന്താ പഠിച്ചോനെ. ആ ഉമ്മ കണ്ടില്ലേ, ആ മാമ വന്നപ്പോ എല്ലാ കാര്യങ്ങളും വിളമ്പി കൊടുത്തിരിക്കും. മാമ വന്നപ്പോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല മോനെ. എന്തിനാ ഉമ്മാന്റെ അടുത്ത് പാവണ്ടിട്ടാ വൃദ്ധസദനം എന്നൊക്കെ ചെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ലേ? അതിനുള്ള അർത്ഥമൊക്കെ എന്താണെന്നറിയോ? ഉമ്മ കുറച്ചു നേരം കൂടി അവിടെ ഇരിക്കുക, അപ്പൊ ഉമ്മാന്റെ അസ്വസ്ഥതകളൊക്കെ ഒന്ന് മാറിക്കിട്ടും. തല കറങ്ങണ പോലെ ഉണ്ടോ? അയ്യോ ഒന്നുകൂടെ വന്നേ. ഇപ്പൊ സമാധാനായില്ലേ? ഞാൻ അതിന് വേണമെന്ന് വെച്ചിട്ടില്ലല്ലോ. ഉമ്മക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചാ. ഒന്ന് ഓട്ടോറിക്ഷ ആയിട്ട് ഒന്ന് വേഗം വരുമോ നമ്മുടെ വീട്ടിലേക്ക്? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശരി. ഹലോ. ഹലോ, മാമല്ലേ സംസാരിക്കുന്നത്? അതെ മോളെ, എവിടെ സെഫിക്കില്ല? അപ്പൊ ഇക്ക ഇവിടെ ഉണ്ട്, ഞങ്ങളിത് ഇവിടെ ഉണ്ട്. ഇത് പിന്നെ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നില്ല, കാണാണ്ടായപ്പോ ഞാൻ വിളിച്ചതാ. മാമ ഇന്നലെ വീട്ടിൽ ആകെ പ്രശ്നമായി. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാണുള്ളത്. എന്ത് പറ്റി ഹോസ്പിറ്റലിലാ? എന്തായത് പെട്ടെന്ന്? ഇവിടെ വിരുന്ന് വരാൻ വേണ്ടിട്ട് അമ്മായൊക്കെ എല്ലാ കാര്യവും റെഡിയാക്കി വെച്ചിരിക്കുക. കാലത്ത് പോയി ഞാൻ ബീഫും ഇറച്ചി ഇതൊക്കെ വാങ്ങിച്ചു വന്ന് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾ വരാൻ വേണ്ടിയാ കാത്തിരിക്കും. ഞങ്ങള് പെട്ടെന്ന് എന്ത് പറ്റിയപ്പോ? അത് മാമ എന്തെന്നാ പറയണ്ടേ, ഇന്നലെ മാമ വന്ന് പോയില്ലേ, അതിനുശേഷം ഞങ്ങള് വന്നതിന് ശേഷം ആകെ പ്രശ്നമായി ഇവിടെ. ഇന്നലെ ഉമ്മ രാത്രിക്കാണെങ്കിൽ തലകറങ്ങി വീഴുകയും ചെയ്തു, ബീപി എന്തോ കൂടിയിട്ട്. അത് ആകെ പ്രശ്നമായപ്പം ഞങ്ങള് വേഗം ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വരിക ഉണ്ടായത്. ഇവിടെ തന്നെ ഗവൺമെന്റിൽ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല മാമ. എന്നാലും ഞങ്ങൾ ഇന്നലെ രാത്രിക്ക് വന്ന കാരണം ഡോക്ടർമാര് ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാനെ ഗ്ലൂക്കോസ് കയറ്റിക്കാൻ വേണ്ടിയിട്ട്. തീരെ ഉഷാറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ബിപി ലോ ആയത് കാരണം അത് ശരിയായിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ നിന്നിട്ട് ഇപ്പൊ വീട്ടിൽ ഇറങ്ങാന്ന് വെച്ചിട്ട് നിൽക്കുകയായിരുന്നു. അതെന്ത് പരിപാടി ചെയ്ത്? അപ്പൊ എനിക്കൊരു വാക്ക് വിളിച്ചു പറയുന്നില്ലേ നിങ്ങള്? അത് ആരാണ്? എന്റെ പെങ്ങളല്ലേ? അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങ് കാണണമെന്ന്? നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ എങ്ങനെ ശരിയാകുക? ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ വന്നുകൊണ്ട് ഉമ്മക്ക് ഗ്ലൂക്കോസ് ഇട്ടിന് ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ രാത്രി ആയില്ലേ, പിന്നെ ആരെയും വിളിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ആരെയും വിളിച്ച് പറയാനൊന്നും നിന്നില്ല. പിന്നെ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴാണ് ഉമ്മ അങ്ങനെ തലകറക്കവും ബി പി കുറവും പോലെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ വീണപ്പോ ഞങ്ങളും ആകെപ്പാട് ടെൻഷനായി. പിന്നെ വന്നതും അവര് ഗ്ലൂക്കോസ് കയറ്റി എല്ലാം ഇതാക്കിയപ്പോ പിന്നെ ഉമ്മ നോർമലായി. ഇപ്പൊ ഉമ്മക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങളോട് കുറച്ചു നേരം കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചു പോയിക്കോളാം ഞാൻ പറഞ്ഞിരിക്കണം. അപ്പൊ ഞങ്ങളിതിപ്പോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് തിരിച്ചു വരാന്ന് വെച്ചിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. അല്ല മോളെ, അപ്പൊ ഉമ്മാക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഗ്ലൂക്കോസ് കയറ്റി തീരാറായാ? ഡിസ്ചാർജ് ഇന്ന് ചെയ്യോ അതോ നാളെയാ? ഇല്ല, നമ്മൾ ഇന്ന് തന്നെ ഇവിടുന്ന് വരൽ തന്നെയാണ്. നാളത്തേക്കൊന്നും ഇല്ല. ഉമ്മാക്ക് ഇനി കുറച്ച് മരുന്നുകൾ തന്നിട്ടുണ്ട്. പിന്നെ പേപ്പറിന്റെ എന്തൊക്കെയോ ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക പോയിക്കണത്. അപ്പൊ അതാ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്കൊന്നും മാമ വരണ്ട. ഞങ്ങളിത് എപ്പോ ഇവിടുന്ന് ഇറങ്ങും, ഓട്ടോറിക്ഷ വന്നോണ്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നത് ഞങ്ങളിപ്പോ ഞാനും ഉമ്മ എല്ലാവരും റെഡി ആയിട്ട് തന്നെ നിക്കണം. അപ്പൊ ഇവിടുന്ന് ഇറങ്ങിയപ്പോ വീടെത്തുമല്ലോ, അപ്പൊ അടുത്ത് തന്നെയല്ലേ വീട്ടിലേക്ക്. അങ്ങനെയാണ് മാമ. എന്നാ ശരി, നോക്കി വരിക. അപ്പൊ ഞാൻ അങ്ങോട്ട് വരണ്ടല്ലോ? വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങോട്ട് വരാം, വണ്ടിയായിട്ട് വരാം വീട്ടിലേക്ക്. ശരി മാമ, ഞാൻ എന്തായാലും ഇക്കാനോട് പറയാം ഞങ്ങള് വരാന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വിളിച്ച് പറയുക, അല്ലാണ്ട് എല്ലാം കഴിഞ്ഞ് പിന്നെ വിളിച്ച് പറയല്ലേ ചെയ്യാ. ഇതിപ്പോ ഞാൻ അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയണമല്ലോ. പിന്നെ എന്തേ ഞങ്ങൾ ചെയ്താ മതി കേട്ടാ. ശരി മാമ. ശരി. എവിടെ എന്താ ചോദിച്ചാ ഒന്നും പറയണ്ട. പെങ്ങളെ തലകറങ്ങി കൊണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കണം. ഒരു വാക്ക് വിളിച്ച് പറയണമെന്നൊരു ബോധം അവർക്കില്ല. എന്ത് വിളിച്ചു പറഞ്ഞില്ല എന്ന് പറയണ നിങ്ങള്? വിളിച്ചു പറഞ്ഞില്ല എന്നല്ല, ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയില്ലേ വിരുന്ന് വിളിക്കാൻ. അപ്പൊ ഇന്നലെ തന്നെ അവൾക്ക് തീരെ വിഷമം, കുറെ കരച്ചിലും വീട്ടിലൊക്കെ ആയിട്ട് എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. മോനെന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് കാരണം ഞാൻ അങ്ങോട്ട് വന്നതിന് ശേഷം തലകറങ്ങിയിട്ടാണ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നുണ്ട്. തലകറങ്ങി വീണുത്ര, ഗ്ലൂക്കോസ് കയറ്റി കിടക്കാണ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. അവനെന്താ ഇങ്ങനെയായി പോയി? ഉമ്മാന്ന് പറഞ്ഞ ജീവനായിരുന്നില്ല കുട്ടിക്ക്. ചെറിയ എന്തെങ്കിലും വിഷമം തട്ടിയ പോരെ, ഷുഗറുള്ളവരല്ലേ പെട്ടെന്ന്. പെണ്ണ് പറഞ്ഞിട്ടൊന്നുമല്ല, അവൻ പറഞ്ഞാണ്. അവൻ എന്തോ പറഞ്ഞു പറഞ്ഞിട്ടാണ് വിഷമിച്ചിട്ട് പറഞ്ഞിരുന്നു എന്നോട്.
അപ്പൊ ഞാൻ എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് കുറെ ചീത്ത പറയും ചെയ്തു അവനെ. അപ്പൊ ഇന്നലെ രാത്രിയാണ് അത് തലകറങ്ങിയോണ്ട് ഹോസ്പിറ്റലിൽ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എത്ര കഷ്ടപ്പെട്ട ആ കുട്ടീനെ വളർത്തിയെടുത്തെന്ന് അറിയോ? എന്താ ഈ കുട്ടി ഇങ്ങനെയായി? അങ്ങനെയൊന്നും അല്ലാത്ത സ്വഭാവം, നല്ല സ്നേഹമുള്ള കുട്ടിയാ. എന്നിട്ട് മിക്കന്നെ കാണുമ്പോൾ നമ്മുടെ പിള്ളേരോട് ഞാൻ പറയാറുണ്ട്, കണ്ടില്ലേ അമ്മായി വളർത്താവോ, ചെന്നിട്ട് ആ കുട്ടി നോക്കി നോക്ക്, ഉമ്മാനെ എന്തൊരു സ്നേഹമുള്ള ചെക്കനാന്നൊക്കെ നമ്മുടെ മക്കളോട് പറയാറുണ്ട്. ഈ കുട്ടിയാണോ ഇപ്പൊ ഇങ്ങനെ തലതിരിഞ്ഞ പോലെ അയക്കണ്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ ഞാൻ വിളിച്ച കാര്യങ്ങൾ കുറെ ഞാൻ പറഞ്ഞില്ലേ, കുറെ ചീത്ത പറഞ്ഞെന്ന്. ചിലപ്പോൾ അത് നിങ്ങൾ ചോദിച്ചിട്ട് മാമാൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു ചോദിച്ചിട്ട് വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഷുഗറും ഇതൊക്കെ ഉള്ളതല്ലേ, പെട്ടെന്ന് അവർ തലകറങ്ങുന്നുണ്ടാവും. അതിന് തീരെ ഭക്ഷണം കഴിക്കാണ്ട് മരുന്ന് കഴിക്കാണ്ട് ഇതൊക്കെയാണ് ഉറക്കക്ഷീണം ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് ഞാൻ അവർ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പോയി നോക്കിയിട്ടേ അവർ വീട്ടിൽ ഞാൻ പോകാം. ഇനിയിപ്പോൾ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അത് കാര്യം ചെയ്യും. നീ ആ ഫുഡൊക്കെ ഉണ്ടാക്കണില്ല, അത് ഉണ്ടാക്കണ്ട. ഇനിയിപ്പോൾ അവർ ആ വിഷമത്തിൽ വരുമൊന്നുമില്ല. അന്ന് നിങ്ങളൊന്ന് പോയിട്ട് തരേ, പോയിട്ട് നിങ്ങളൊന്ന് കാണുമ്പോൾ ഒരു സമാധാനം കിട്ടും ആൾക്ക്. എന്താ ചെയ്യല്ലേ, അത്രക്കുള്ള പ്രായമൊന്നും ആയിട്ടൊന്നും ഇല്ല. പക്ഷെ ആൾക്ക് ഇതാണ്, മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ പോയി. അവനെന്തെങ്ങനെ, അവന് നല്ല ചീത്ത പറഞ്ഞു കൊടുക്ക്. തോളത്തിട്ട് വളർത്തിയ മോനല്ലേ. നിങ്ങള് ആകെ ഒരു മാമൻ തന്നെ ഉള്ളൂ. നിങ്ങളും അതുപോലെ വിട്ടാലേ ഉപ്പൊന്നുമില്ലല്ലോ, പേടിയില്ല. അതാണ് കല്യാണം കഴിഞ്ഞുള്ളൊരു അഹങ്കാരാണ്. അതിന് നല്ല 4 വർത്താനം പറഞ്ഞു കൊടുക്ക്. ഇത്രമാത്രം വയ്യാണ്ടാകണമെങ്കിൽ അവൻ എന്തുമാത്രം അതിനായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, പൊരിച്ചിട്ടുണ്ടാവും അവൻ. എനിക്ക് അതിശയം തോന്നുന്നു അവൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എടുത്തെന്ന് പറയുമ്പോ. അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ല, ഉമ്മയുടെ സാഹിത്യവും പിടിച്ചിട്ട് നടന്ന കുട്ടിയാണത്. ശരി, ഞാനൊന്ന് പോയി നോക്കിയിട്ടേ അവിടെ എങ്ങനെ സാഹചര്യം നോക്കട്ടെ. ഇനിയിപ്പോ അവൾക്ക് കുറച്ച് സമ്മാനം നമ്മുടെ വീട്ടിൽ നിൽക്കാൻ സമ്മാനമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ടിരാം. നിങ്ങൾ പോയിട്ടേ വല്ല വിളിച്ചോണ്ടിരാന്നല്ല, കുറച്ച് ദിവസം കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തുമ്പോ ഒരു സമാധാനം കിട്ടും മനസ്സിന്. അവര് എന്താ, നിങ്ങൾ ഇന്നാളെ പറഞ്ഞില്ലേ, എന്നിട്ട് അവർക്ക് എൻജോയ് ചെയ്യാനാ അവരെ ഫ്രീഡം. അവരതൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടാക്കി തരാം, ഉമ്മാനെ ഞാൻ കൊണ്ടുപോകണം എന്നിട്ട് കൊണ്ടുവരിക. എന്തപ്പത്, നമുക്കതൊരു ഭാരമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വണ്ടി വിളിച്ചിട്ട് പോവാം. അപ്പൊ അതിന് മുന്നേ കയറ്റി വരാലോ. പിന്നെ അവരൊരുപാട് വാശി പിടിച്ച് നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങള് കൊണ്ടുവരണ്ടേട്ടാ. എന്തായാലും എത്ര തന്നെ ആയാലും അവന്റെ ഉമ്മയാണത്. അതുകൊണ്ട് ഇല്ല, എന്നാലും ഇപ്പൊ ഞാൻ ചീത്ത പറഞ്ഞല്ലേ, ചിലപ്പോ അത് ചോദിച്ചിട്ടുണ്ടാവും. അത് കാരണം അങ്ങനെ അത്രയും പിടിച്ച് ഇപ്പൊ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അതിനൊരു സമാധാനം കിട്ടുമല്ലോ. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരും. വരണമെന്ന് പറയണേ കൊണ്ടുപോയോട്ടാ. പക്ഷെ എന്തൊരു കഷ്ടം അത്. എന്താ ഇപ്പൊ ആൺകുട്ടി ഇങ്ങനെ മാറിപ്പോയി? ആ കുട്ടി ഒന്ന് കാണണമെന്നുണ്ട്. പെട്ടെന്ന് ഇത് കേട്ടിട്ട് ഒക്കെ ഇട്ട് നിങ്ങളിലേക്ക് പോകാൻ പറ്റുമോ? നമുക്ക് നടക്കുമ്പോ ആ ഓട്ടർഷക്കാരന് ഇവിടെ കൊടുന്ന് വിട്ടാ മതി, പുറത്ത് കൊണ്ട് വിട്ടിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ? കുഴപ്പമില്ലല്ലോ, ഇവിടെ ഇരിക്കുമ്പോ ഞാൻ വാതിൽ തുറക്കാം. മെല്ലെ നടക്കട്ടാ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയേ. റൂമിൽ കൊണ്ടുപോയി കിടത്താം. നോക്കിട്ട് മെല്ലെ. നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? അതെ, ഉമ്മ കുറച്ചേരം കിടന്നോട്ടെ. നല്ല ക്ഷീണമുള്ള പോലെ ഉണ്ട്. സാലിക്കുട്ടിയെ ആ മരുന്നും പിന്നെ ഉമ്മക്ക് കൊടുക്കാനുള്ള ഭക്ഷണം കഞ്ഞി എന്തെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും. പറുദൂരിട്ട് കിടന്നോട്ടമ്മ. എന്തേലും ഉണ്ടെങ്കിൽ പറയിട്ടാ. എന്തേലും വിഷമോ തലറണ പോലെ എന്തേലും ഉണ്ടെങ്കിൽ പറയിട്ടാ. കുറച്ചേരം കഴിഞ്ഞിട്ട് പറുദൂര. ഞാൻ മരുന്നും കഞ്ഞി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തരാട്ടമ്മ. അമ്മ കിടക്കേ. ഫാൻ ഇടണോ? വിസിലൊക്കെ പോയാണാവോ? കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ക്ഷീണം മറിക്കട്ടെ. എന്തുണ്ട് രാവിലെ കൊടുത്ത ഇഡ്ഡലിയൊന്നും ഈ ഉമ്മ കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതും കഴിച്ചില്ലെങ്കിൽ ആകെ ക്ഷീണമായിട്ട് അവിടെ തളർന്നു കൊടുക്കൂലേ. ചൂടാറും ഫാനിൻ്റെ ചോട്ടിൽ വെക്കില്ല. അവിടെ ഇവിടെ കൊണ്ട് അച്ചാറും എന്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നെങ്കിൽ വായിക്കൊരു ചെടിയാണ്, അത് ഫ്രിഡ്ജിലാണ്. ശരി, ഇത് കൊണ്ട് ഈ ഫാൻ ചോട്ടിൽ വെക്കാം. കഞ്ഞി
ഉമ്മ ഈ പർദ്ദ അയച്ചില്ലേ, നമ്മ കുറച്ച് കഞ്ഞി കുടിക്കേ, ചൂടുണ്ട് ചെറുതായിട്ട്. ഉമ്മ 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 എനിക്ക് കഞ്ഞി കുറച്ച് കുടിക്കുക, അച്ചാറിഞ്ഞ് എടുത്തിട്ട് വരാം. പർദ്ദ ഊരി വെക്കാണ്ട് തന്നെ കിടന്നാ. ഇപ്പൊ എങ്ങനെയുണ്ട് ഉമ്മക്ക് ക്ഷീണോ? ക്ഷീണം കുഴപ്പമില്ലാന്ന് പറയണ്ട. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഒന്നും കഴിക്കാണ്ട് തന്നെയല്ലേ ഇരിക്കണേ. അത് നോക്കിയോക്കോ, വെള്ളം ഇനി ഒഴിക്കണോ നോക്കിയോക്കോ. വെള്ളം വേണ്ട മതി. മതിയില്ലേ? നമ്മ കുറച്ച് കഴിക്ക്. ഉപ്പ് എന്തേലും ഇടണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. അത് ഇന്നലെ ഒന്നും കഴിക്കാത്ത കാരണേ പിന്നെ ആസ്പത്രി കൊണ്ടുപോയി ഗ്ലൂക്കോസൊക്കെ കയറ്റിയപ്പോ എനിക്ക് കുഴപ്പമില്ല, ക്ഷീണമൊക്കെ മാറി. ഇത്തിരി നേരം കിടന്നെണിച്ചാൽ ശരിയാവും. മോള് വിഷമിക്കണ്ട, പോയിട്ട് വല്ലതും കഴിക്കപ്പോ. ഞാൻ കഴിക്കാം. മോനിക്ക് വല്ലതും കൊടുത്ത് നീ കഴിക്കലാണ്. ഞങ്ങള് കഴിക്കാം, ഉമ്മ കഴിക്കും. ഉമ്മ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി അവിടെ ഗ്ലൂക്കോസ് കയറ്റി കിടക്കണ തന്നെ ക്ഷീണം പറഞ്ഞ് ഉറക്കവേ ഇല്ലാണ്ട് കിടക്കണുണ്ടായിരുന്നു. ഇനിയിപ്പൊ ഇതും കുടിക്കാണ്ടിരിക്കണ്ട, ഉമ്മ അതെടുത്ത് കുടിക്കി. കുടിക്കാം മോള് പൊയ്ക്കാം. മോള് പറയുമ്പോ കഴിക്കിപ്പോ. ഉമ്മ അത് കുടിച്ചിട്ട് ഇത്തിരി നേരം കിടന്നെണിച്ചാൽ ശരിയാവും. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. കഞ്ഞി കുടിക്കാത്ത ക്ഷീണാണ് തോന്നുന്നുണ്ട്. ഉമ്മക്ക് ഇടക്കിടക്കൊക്കെ ഇങ്ങനെ തലകറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് തൊഴിലുറപ്പിനൊക്കെ പോണ തന്നെയല്ലേ? പെട്ടെന്ന് ഇപ്പൊ എന്താ പറ്റി ഉമ്മക്ക്? ഇനിയിപ്പൊ അങ്ങനെ എന്തേലും പറഞ്ഞോണ്ടാണോ ഉമ്മക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ചെമ്പിക്കാക്ക് നല്ലൊരു സമാധാനം ഉണ്ടായിട്ടില്ല. ഉമ്മ ആശുപത്രിയില് ഗ്ലൂക്കോസ് കയറ്റി കിടക്കുമ്പോഴൊക്കെ മയങ്ങി കിടക്കുകയല്ലേ. ചെമ്പിക്കാണെങ്കിൽ എന്ത് പറ്റിയാണാവോ, ഉമ്മക്ക് എന്ത് പറ്റിയാണാവോന്ന് പറഞ്ഞിട്ട് എന്നാ അത് പറയണ അവിടെ ഒന്നും നോക്കണമില്ല, ഒന്നും അറിയണമില്ല. തോന്നിയമാതിരി വിളിച്ച് പറയുന്നു. ഉമ്മ അതൊന്നും ആലോചിച്ച് ഇനി വിഷമിക്കാൻ നിക്കണ്ടാട്ടാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഒന്നുമില്ല മോളെ. അത് അവനങ്ങനെ പെട്ടെന്ന് മോൻ പറഞ്ഞപ്പോഴേ മോൻ ഒരു വാക്ക് തന്നെ അങ്ങോട്ട് നീങ്ങി നിൽക്കുമെന്ന് പറയാത്ത മോനാ. പക്ഷെ എല്ലാവർക്കും ഇവിടെ അറിയാം, എല്ലാവരും പറയും സെബിനത്താണ് മോനെ കണ്ടുപിടിച്ച്. പക്ഷെ മോൻ തന്നെ എന്നോട് ഇങ്ങനെ മോളെ നിർത്തി വെച്ചൊക്കെ പറഞ്ഞപ്പോഴേ എനിക്കത് ഇനി ജീവിച്ചിരിക്കും ദൂരം എന്തെല്ലാം വേദനകൾ കേൾക്കാൻ പറ്റുമോ റബ്ബേ. അങ്ങനെ ഒറ്റയ്ക്കും കൂടി ആയപ്പോഴേ ഇങ്ങനെ ആലോചിച്ച് നല്ല കരഞ്ഞ് BP കൂടി തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. BP കൂടിയതാണ്. പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. മോൻ അങ്ങനത്തെ മോനല്ല, എൻ്റെ മോൻ ഇങ്ങനെ മാറിപ്പോയി. പക്ഷെ എൻ്റെ കാഴ്ചയിൽ നീ അപ്പോഴും കുഴപ്പമില്ല. വന്ന മരോളെ പറ്റിയിട്ടല്ലേ പറയാ. ഇനി അവള് വല്ലതും പറഞ്ഞു കൊടുത്തിട്ടാണോ എന്ന് പറയാനും ഇല്ല. എന്താ എൻ്റെ മോൻ അങ്ങനെ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ബേജാറ്. എനിക്ക് വിശപ്പുമില്ല, ഒന്നുമേ ഇല്ല. എനിക്ക് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് തോന്നിപ്പോയി. അങ്ങനെയൊന്നും പറയല്ലേ, എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എൻ്റെ മോനെ ഒരാളെന്നെ ഉള്ളു മോളെ. എനിക്ക് ഒരു കല്യാണം കഴിച്ച് കാണണം എന്തോരാഗ്രഹം. നല്ലതിന് കല്യാണമൊക്കെ കഴിച്ച് വന്ന് പെട്ടെന്ന് അവൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നോടെ അവൻ്റെ മനസ്സ് മാറിയപ്പോഴേ ഉമ്മക്ക് അത് ഭയങ്കര ഫീലിംഗ് ആയി. ഞാൻ എന്താ പറയാ, ഉമ്മ അതും ആലോചിച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ട. ഞാൻ സെബിക്കാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഇതാക്കാനും ഉമ്മാനോട് ചൂടാവാൻ നിൽക്കരുത് എന്നൊക്കെ. പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് ഉമ്മാൻ്റെ അടുത്ത് ടെൻഷനായിട്ടുള്ള കാര്യങ്ങളോ എന്തേലും ഒരു വിഷമിപ്പിക്കുന്ന പോലത്തെ വർത്തമാനങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലും ഇപ്പോൾ ഉമ്മ ഒന്ന് തല കറങ്ങി വീണ് അത് വേറെ എന്തെങ്കിലും രീതിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട്. എന്നാലും ഡോക്ടർ ഷെബിക്കാനോട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അതിനുശേഷം ആളുടെ മനസ്സ് തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട്, നല്ല വിഷമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഷെബിക്കാൻ്റെ ഭാഗത്തുനിന്നൊന്നും ഒരു തെറ്റുണ്ടാവില്ല. അമ്മ അങ്ങനെ ഓരോന്നും ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കൊന്നും വേണ്ട. അമ്മ കഞ്ഞി കുടിച്ചിട്ട് മുന്നാണ്ട് കടന്നു. ഷെബിക്കാനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന പോലെ അമ്മ വിഷമിക്കാണ്ടൊക്കെ ഇരിക്കും, ഒക്കെ ശരിയാവും. അതെ, എനിക്ക് മതി മോളെ. എവിടെ കുടിച്ചിക്കണ്? രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഇതും ഛർദിക്കാൻ വരും. അതാണ് ഇത്തിരി നേരം കിടക്കട്ടെ മോള്. ആകെ 2 വറ്റ് കഴിച്ചിട്ട് മതി മോള് കൊണ്ട് വെച്ചോ. എന്നിട്ട് നീ എന്തെങ്കിലും കഴിച്ചോ. ഇത്തിരി നേരം കിടന്നെച്ചാൽ ശരിയാവും. എനിക്കൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോളിപ്പോ ഞാൻ ഷെബിക്കാന്റെ അടുത്ത് ഉമ്മാക്ക് കഴിക്കാനുള്ള മരുന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് വരാൻ പറയാം. ശരി ട്ടാ. നല്ല ക്ഷീണല്ലേ, കരിക്ക് എന്തേലും പറഞ്ഞയക്കാം. കഞ്ഞിയും കുടിച്ചില്ലേ ഉമ്മ? ഞാൻ ഈ കഞ്ഞി ഇവിടെ അടച്ചു വെക്കാട്ടോ. ഉമ്മ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുടിക്ക്. പാത്രം കൊണ്ടുവന്നിട്ട് വെക്കാം.
ഷെബിക്ക് എന്തെങ്കിലും നോക്കിയിരിക്കണേ? ഒന്നുമില്ല, ഉമ്മാന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയല്ലേ ഒരു വിധത്തിൽ നോക്കാന്നുണ്ടെങ്കിൽ. ഞാൻ ഉമ്മാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉമ്മ അങ്ങനെ കിടക്കുമോ തല ഇറങ്ങിയിട്ട്? എനിക്ക് തോന്നണ ചിലപ്പോൾ BP കൂടിയിട്ടാവുന്ന. പാവം അത്രയും പറഞ്ഞ എൻ്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ എനിക്ക് തല ഇറങ്ങുന്നുണ്ട്. ഞാൻ അതൊന്നും കാര്യമാക്കാണ്ട് ആവശ്യമില്ലാത്തത് വായിൽ എന്തൊക്കെ വരുന്നു അതൊക്കെ വിളിച്ചു പറഞ്ഞു. ഒന്നില്ലെങ്കിൽ എൻ്റെ പെറ്റുമ്മയല്ലേ, ഞാൻ എന്ത് ഇങ്ങനെയെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ കാരണമായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. അങ്ങനെയൊന്നുമില്ല ഷെബിക്ക. ഇനിയിപ്പോ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ പറഞ്ഞോണ്ടൊന്നും ഉമ്മാക്ക് അങ്ങനെ സംഭവിച്ചില്ല. ഒന്നാമത് ഉമ്മാക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ള കാര്യം തന്നെയല്ലേ. കൂടിയിരിക്കുന്ന സമയത്ത് ഓരോന്ന് കേൾക്കുമ്പോൾ ടെൻഷൻ തന്നെയാണ്. അത് കാരണമാവില്ല. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് എന്നുള്ള രീതിക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്ക്. നിങ്ങൾ വെറുതെ വിഷമിച്ചിരിക്കണ്ട. ഉമ്മാക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. രാവിലെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇഡ്ഡലി കൊടുത്തില്ലേ, അതും കഴിച്ചില്ല. അതേ ഇപ്പം കഞ്ഞി കൊടുത്തിട്ട് അതും കഴിക്കുന്നില്ല. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആ മരുന്ന് ലിസ്റ്റ് തരാം. ബാക്കി കുറച്ച് മരുന്നില്ലേ, അതും മേടിച്ചിട്ട് ഒരു ഇളനീര് എന്തെങ്കിലും മേടിച്ചിട്ട് പോയാൽ ഇവിടെ വെറുതെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഉമ്മാന്റെ വയ്യാകെങ്കിലും മെല്ലെ മെല്ലെ മാറിക്കോട്ടെ. ഒന്നൊന്ന് കടയിൽ പോയിട്ട് വരുമോ? ശരി, ഞാൻ ബാഗ് ഒന്ന് എടുത്തിട്ട് വരാം. ഇതില് കണ്ടില്ലേ ഈ ടിക്കിടാത്ത മരുന്നുകളാണ്ടാ, ഇതൊക്കെയാണ് മേടിക്കേണ്ടത് ട്ടാ. അതവിടെ മെഡിക്കൽ ഷോപ്പിൽ കൊടുത്താൽ മതി. അപ്പൊ അവര് ഇതെടുത്ത് തരും. അതില് എത്ര ദിവസത്തേക്കാന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് മേടിച്ചോളൂ. ഇളനീര് എന്തെങ്കിലുമൊക്കെ ഗ്ലൂക്കോസ് പൊടി ഒന്നും കൊടുക്കാൻ പാടില്ല, ഷുഗർ ഉള്ളതല്ലേ. ഇളനീര് മേടിച്ചാൽ മതി. 1-2 ഫോണ് കൈ പിടിച്ചിട്ടില്ലേ? ഞാൻ വിളിച്ചോണ്ട് പോയിട്ട് വരാം. ശരി. ഷെബിക്ക പോയിട്ട് എത്ര പെട്ടെന്ന് വന്ന? എങ്ങനെയുണ്ട് ഇവൾക്ക്? കൊഴപ്പില്ല കഞ്ഞി കുടിച്ചിട്ട് ഇക്കതേ പുറത്ത് വയ്ക്ക മരുന്ന് വാങ്ങാനുണ്ട്. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞ? ഡോക്ടർ കുഴപ്പമൊന്നുമില്ല. ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ ഇന്നലെ കയറ്റിണ്ടായിരുന്നല്ലോ. അപ്പൊ മരുന്ന് കൊടുത്തിട്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഇപ്പൊ മരുന്ന് ഇക്ക മേടിക്കാൻ വെക്കാതെ വന്നിട്ട് വേണം കൊടുക്കാൻ. ഉമ്മാമ്മ ചെന്ന് വർത്താനം പറഞ്ഞാൽ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. എന്ത് ലൈറ്റ് ഇടാണ്ട് കിടക്കണത് പോ? ബീന ഇപ്പൊ എങ്ങനെയുണ്ട്? വേണ്ട, വയ്യെങ്കിൽ കിടന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓരോന്ന് തലയിൽ ടെൻഷൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് തലകറക്കും ഇതൊക്കെ വരുന്നത്. ഇതെന്ത് പറ്റിയപ്പോ പെട്ടെന്ന്? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. കുട്ടി വന്നിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോ എനിക്ക് വന്നിട്ട് വിളിച്ചോണ്ടാകുമ്പോ എനിക്ക് അല്ലെങ്കിൽ തലകറക്കുണ്ട്. അപ്പൊ തീരെ വയ്യ. അപ്പൊ കുട്ടി എന്തെങ്കിലും കഴിക്കുമ്പോ എനിക്ക് വന്നിട്ട് വിളിച്ചോണ്ട് പോവുക. എനിക്ക് പേരൊക്കെ റൗണ്ടിൽ വരുമ്പോ ഇന്നലെ ഞാൻ വന്നു പോകുമ്പോ അങ്ങനെ ഒരു അസുഖം കണ്ടില്ല. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് മോൻ എന്തെങ്കിലും പറഞ്ഞാ? പിന്നെ ഇക്ക വന്നു പോകുമ്പോ അങ്ങനെ വന്ന് കിടന്നാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാലത്തും കഴിച്ചില്ല, ഉച്ചക്കലും കഴിച്ചില്ല. പിന്നെ അങ്ങനെ കിടന്നു. ഞാനിങ്ങനെ വിളിച്ചപ്പോ അപ്പോഴാണ് കാര്യങ്ങൾ പറയാൻ ഹോസ്പിറ്റലിൽ നിന്ന് തലേദിവസം തന്നെ വിളിച്ച് പറയണ്ടേ? ഒരു കാര്യം ഉണ്ടില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാല്. അത്രക്കൊന്നും കുഴപ്പമില്ല. അത് എന്തോ മനസ്സിൽ ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ കുഴപ്പമൊന്നുമില്ല. ഗ്ലൂക്കോസ് ഒക്കെ കയറ്റിയപ്പോ ഉഷാറായി. അപ്പൊ പിന്നെ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ക്ഷീണം കണ്ടപ്പോ പനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ക്ഷീണം കണ്ടപ്പോ അവരവിടെ കിടത്തി ഗ്ലൂക്കോസ് ഒന്ന് കയറ്റി, അത്ര തന്നെ. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ ഏതൊന്ന് വിളിച്ചിട്ട് അടിച്ചു ഓടിച്ചിട്ട് ഓടി വരിക അങ്ങോട്ട് വിളിച്ചിട്ട്. അല്ല പിന്നെ എന്താണ് പിന്നെ വേറെ വിശേഷം? ഞാനത് കേട്ടോണ്ട് എനിക്ക് ആകെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ടെൻഷനായിരുന്നു. ഓടി വന്നിട്ട് കണ്ടാൽ മതി അവളോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടി വന്നത്. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി 2 ദിവസം അവിടെ വീട്ടിലിരുത്താൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത്. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ വന്ന് നിൽക്കാൻ മാത്രമുള്ള വയ്യാകെയൊന്നും എനിക്കില്ല. അത് എന്തോ ക്ഷീണം. അത് ശരിയാവും. കഞ്ഞി കുടിച്ചാൽ ശരിയാവും. കഞ്ഞി കുടിക്കാത്ത ക്ഷീണമാണത്. ഒരു ദിവസം ഫുള്ളൊന്നും കഴിക്കാണ്ടായപ്പോഴേ തല കറങ്ങി. അതാണ്. അത് ഒരു പേടിച്ചിട്ട് കൊണ്ടുപോയതാ. അല്ലാണ്ട് എനിക്ക് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാണ്. പക്ഷെ എനിക്കങ്ങനെ തല കറങ്ങിയപ്പോൾ അവർ പേടിച്ചു. മയക്കം പോലെ വന്നപ്പോൾ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴേ അവനെ കുറച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി വല്ല കുറച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, അല്ല നിന്നെ എന്തെങ്കിലും ചീത്ത പറഞ്ഞോ? പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ സംഭവം എന്താണ്?
അപ്പൊ ഞാൻ അവന്റെ പെണ്ണ് ചോദിച്ചപ്പോ മരുന്ന് മേടിക്കാൻ പോയിരിക്കാന്നാണ് പറഞ്ഞത്. അവൻ വല്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് വിഷമമായിട്ടുണ്ടാകുക അല്ലെ, അതാണ് തലകറങ്ങി. അതൊന്നുമില്ല. പക്ഷെ പിന്നെ ഞാനൊക്കെ പോയ ശേഷം ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടി. അതാണ് പ്രസംഗം, ചിന്തിച്ച് കൂട്ടുമ്പോഴാണ് പ്രസംഗം വരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടി. പിന്നെ അവനൊരു കാര്യം പറഞ്ഞു എനിക്ക്, അതിലാണ് എൻ്റെ മനസ്സ് തകർന്നത്. എന്ത് പറഞ്ഞു? അവൻ ഒരുപാട് എന്താ പറഞ്ഞു, ഒരുപാട് ഇത് കാണിക്കുകയാണെങ്കിൽ ഉമ്മാനെ കൊണ്ടുപോയിട്ട് ആശ്രമത്തിൽ കൊണ്ടാക്കണം. ആശ്രമത്തിൽ കൊണ്ടാക്കിയേ? അവനെങ്ങനെ അത് പറയാനുള്ളതായിട്ടുള്ളത്? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോ അവൻ നിന്നെ ആശ്രമത്തിൽ കൊണ്ടാക്കാൻ ഞങ്ങൾ വിടുവോ? നീ എന്താ പറയണേ? അവൻ എന്റെ മുന്നിൽ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഒന്നും. നീ അത് കേട്ടിട്ട് മിണ്ടാണ്ടിരുന്നാ? അപ്പൊ എന്നെ വിളിക്കണ്ടേ ഇതൊക്കെ പറഞ്ഞെന്നുള്ളത്? മിണ്ടാണ്ടിരുന്നില്ല. ഞാൻ പറഞ്ഞ കഷ്ടപ്പെട്ട് എൻ്റെ മാപ്പിള കെട്ടിയ വീടാണ്, ഇതൊന്ന് നീ എന്നെ ആശ്രമിച്ച് നിന്റെ ഉപ്പാടെ മുതലല്ല, നീ ഇരുന്നോ, നിന്നോട് പറയണ്ടേ. ഇങ്ങനെയൊക്കെ പറയാ എന്ത് തന്റെ എനിക്ക് എപ്പോ എവിടെന്നാ വന്നപ്പോ? പക്ഷെ ഞാനത് മനസ്സുകൊണ്ട് വിചാരിച്ചേക്ക, എനിക്ക് തലകറങ്ങി. ഞാൻ ഇവര് അങ്ങനെ ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ അവര് ഉഴഞ്ഞു കളിക്കുമ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലും പോകാനുള്ള പ്ലാൻ ആയിരുന്നു. നീ എന്തിനു പോണ്? ഞങ്ങൾ ജീവിച്ചിരിപ്പില്ലേ? നമ്മൾ അവർക്കൊരു ഭാരമായിട്ട്. ഞാൻ പിന്നെ ഒരു ആങ്ങളായിട്ടുള്ളത് എന്നെ വീട്ടിലേക്ക് വന്നൂടെ? അത് ഞാൻ അതും രണ്ടും കൽപ്പിച്ച് വന്നാണ് എന്നെ ആലോചിച്ച് മനസ്സിൽ വെച്ച്. പിന്നെ അത് പറ്റാണ്ടായി, തലകറങ്ങി. അപ്പൊ പിന്നെ അവരൊക്കെ കണ്ട് അങ്ങനെ ആശുപത്രിയിൽ പോയി. അപ്പോഴല്ല തടുത്തു എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടാവും. എവിടെയെങ്കിലും ചെന്ന് പള്ളി സ്ഥലത്തുകളിലോ എവിടെയെങ്കിലും ഇരുന്നുണ്ടോ. അനാഥികൾക്ക് എത്ര സ്ഥലങ്ങൾ ഇപ്പോ. അങ്ങനെയുള്ള വാക്കൊന്നും പറയണ്ട. ഞങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്നത് ഒരിക്കലും ചിന്തിക്കരുത്. അതൊന്നും ഞങ്ങൾ പിന്നെ എന്തിനോടെ ഇരിക്കുന്നത് ജീവനോടെ? ഞങ്ങളൊന്നും ആരും ഇല്ലെങ്കിൽ ശരി, അതൊക്കെ ചെയ്യാന്ന് പറയാം. പിന്നെ എന്റെ മോനല്ലേ എന്ത് പറഞ്ഞാലും എനിക്കത് മോന് തലയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടാടുമ്പോഴാണ് കൂടുതൽ വരുന്നത്. വിഷമിക്കില്ലേ? അങ്ങനെയുള്ള മോനല്ല. അവരെന്തെങ്ങനെ ആയാലും എപ്പോഴൊക്കെ ഒരു പിടുത്തല്ല. പക്ഷെ പിന്നെ എൻ്റെ മോൻ പകർന്ന് വിഷമിക്കില്ലേ? ഉമ്മാനെ കാലത്ത് വെച്ച് കാണാണ്ടാവുമ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ച് എനിക്ക് വയ്യാണ്ടായതാണ്. പിന്നെ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുള്ളും. എവിടെ പോയിരിക്കുന്നത് അറിയില്ല. മരുന്ന് വാങ്ങാനോ എന്തോന്ന്. എന്നെ കണ്ടു കഴിഞ്ഞ് മാറി നടക്കുന്ന സ്വഭാവം ഉണ്ടോന്ന് സംശയമുണ്ട്. ഞാൻ ചീത്ത പറഞ്ഞ കാരണം ഇപ്പൊ എൻ്റെ അടുത്തേക്ക് അധികം ഫോൺ വിളിച്ചെടുക്കണമില്ല, പിന്നെ വരുന്നുമില്ല. ഉള്ള കാര്യം പറയുമ്പോ അങ്ങനെ തന്നെയല്ലേ, ഏതൊക്കെ ദേഷ്യം വരും പെട്ടെന്ന്. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണല്ലോ. ആ മക്കളെ കിട്ടാനും ഒരെണ്ണം കിട്ടാനും എല്ലാവരും അവസരിക്കും. എല്ലാ മക്കളും ഒരേപോലെ ഇല്ല. ചില മക്കള്, എൻ്റെ മോൻ അങ്ങനെയുള്ള മോനല്ല. എന്താ ചിലപ്പോ അവന്റെ സമയദോഷമാവും, അല്ലാണ്ട് അങ്ങനെയുള്ള മോനല്ല. ഉമ്മാനെ നോക്കാത്ത പിള്ളേർ ഒരിക്കലും നന്നായി ചരിത്രം ഉണ്ടാ എവിടെയെങ്കിലും? നീ കേട്ടിട്ടുണ്ടാ? അതൊന്ന് മനസ്സിലാക്കുക. എന്തൊരു സ്വഭാവം അത്! ഇത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് സ്വന്തം ഉമ്മാനെ ചെയ്ത് കഴിഞ്ഞാല് എല്ലാം കണ്ടിട്ടുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞവേ ഒന്ന് മൂണ്ട് കേട്ടിട്ട് മിണ്ടാണ്ടിരുന്നു. വേണ്ട, എനിക്കൊന്നും പറയണ്ട. ഇനി പറഞ്ഞ അവനക്ക് ഭയങ്കര വിഷമാവും. എന്ത് വിഷമാണ്? അങ്ങനെ അവനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഞാനവിടെ ഉണ്ടല്ലേ, അവിടെ കൊണ്ടാക്കട്ടെ. എനിക്ക് നോക്കാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും അരി ഇടുമ്പോ ഒരു ക്ലാസ് അരി കൂട്ടിയിടുക, അത്ര തന്നെ. വയ്യ 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 പറഞ്ഞിട്ട് ഇത് ആലോചിച്ച് എന്നിട്ട് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? കുട്ടി ഉപ്പാക്ക് ചായ മോളെ, ഞാൻ കുറച്ച് ദിവസം ഉമ്മാനെയും കൊണ്ട് പോവാ, അവിടെ ഇരിക്കട്ടെ വീട്ടിലേക്കോ. ചേഞ്ച് ആകട്ടെ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഇതായിക്കല്ലേ, അത് വിഷമം കാരണമാണ്. ഓരോന്നും ആലോചിച്ച് കൂട്ടിട്ട് അവിടെ ആകുമ്പോ ഓരോ ആലോചന ഉണ്ടാവില്ല. വീട്ടിലാകുമ്പോ കുറച്ച് ദിവസം ആലോചന മാറ്റി വെച്ചാ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി കാറൊക്കെ പിടിച്ചിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ അവൻ വന്നാൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. കാണുന്നുണ്ടെങ്കിൽ അവനോട് അങ്ങോട്ട് വരാൻ പറയും. ഒരു ഉമ്മ ഇപ്പം ഇല്ലാണ്ട് കുറെ കഷ്ടപ്പെട്ടാണ് ഞങ്ങള്. എന്നിട്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് ഒരു നല്ലൊരു ആലോചന കല്യാണം വന്നപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത് അങ്ങനെയാണ് മോൻ ഉണ്ടായത്. ആ മോൻ തന്നെ ഉമ്മാനെങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സങ്കടം ഇല്ലാണ്ടിരിക്കും മോളെ. അപ്പൊ കുറച്ച് ദിവസം അവിടെ വന്നിരിക്കട്ടെ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും നീങ്ങിക്കൊണ്ട് പോണത്. അവളോട് വിഷമിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉണ്ടാകുക? സ്വന്തം ആങ്ങളെ എനിക്കായ വിഷമം എനിക്കുണ്ട്, അതിനോടുണ്ട്. സ്വന്തം മക്കൾക്ക് വിഷമമില്ല പറയുമ്പോൾ എന്തിനോടെ നിൽക്കണേ? ഞാൻ കൊണ്ടുപോയി കുറച്ച് ദിവസം അവിടെ നിർത്തട്ടെ, എന്നിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കാം. അവനോട് നമ്മൾ ഫോൺ വിളിക്കാൻ പറയാം, അല്ലെങ്കിൽ വരാൻ പറയാം, എന്ത് ചെയ്യും. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് പുറപ്പെടെ പോവാം നമുക്ക്. ഈ എന്ത് പറഞ്ഞാലും മോന് മോന് പറഞ്ഞിരുന്നോ? ലാസ്റ്റ് ഇതല്ല, ലാസ്റ്റ് വേറെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് വേറെ ബുദ്ധിമുട്ടുകൾ വരിക. അപ്പൊ ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കും, നീ എൻ്റെ കൂടെ വരും. അതെ,
ആ കരിക്ക് കിട്ടിയില്ല, മരുന്ന് മാത്രം വാങ്ങിയിട്ടുണ്ട്. ശരി, അതൊന്നും കുഴപ്പമില്ല. മാമ വന്നിട്ടുണ്ട്. അതന്നെ മാമയുടെ കാറ് പുറത്തിറക്കണ്ടല്ലോ, എന്തിനാ വന്നേ? അമ്മാനെ കൂട്ടിട്ട് പോണെന്ന് പറഞ്ഞിട്ട് അവിടെ ഫുള്ള് ചർച്ചകളൊന്നും ചെന്ന് നോക്കി നോക്ക്. ഉമ്മാനെ കൂട്ടിട്ട് ആ അമ്മാനെ കൊണ്ടുപോകും, അവിടെ എത്തണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് റൂമിലുണ്ട് അവർ രണ്ടാള്. ചെല്ല്. ഉമ്മാനെ എന്തിനാ കൂട്ടിട്ട് പോണു? അതെ, നീ എണീക്കുന്നു, നമുക്ക് പോവാം. ഡ്രസ്സൊന്നും എടുക്കണ്ട, ഡ്രസ്സൊക്കെ അവിടെ അവളുടെ ഡ്രസ്സുണ്ട്, അത് നമുക്ക് മാറ്റി തന്നിട്ട് ചെയ്യാം. പുതിയ കൊടുത്ത ഡ്രസ്സ് അല്ലെങ്കിൽ പുതിയത് 2-3 കടയിൽ നിന്ന് വാങ്ങിട്ട് പോവാൻ പോകും. മോനോട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാ നീ വന്നാ നിന്നോട് പറയാൻ നിക്കാണ് ഞാന്. നീ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയണ്ട, നീ വന്നത് ഇപ്പൊ നന്നായി. ഞാൻ ഉമ്മാനെ വിളിച്ചുകൊണ്ട് പോവാ. ഉമ്മാനെ കൊണ്ടുപോകണ്ട, ഒരാഴ്ച അവിടെ നിക്കട്ടെ, ഇവിടെ നിന്നിട്ട് നിന്നൊക്കെ മതി. നീ എവിടെ കൊണ്ട് ആക്കണമെന്ന് പറഞ്ഞില്ലേ, അത് കാരണം നീ അവിടെ കൊണ്ട് ആക്കൊന്നും വേണ്ട. ഞങ്ങളൊക്കെ ഇരിക്കുന്ന കാലത്ത് നീ അവിടെ വന്ന് ആക്കണ്ട, കുറച്ച് ദിവസം എൻ്റെ വീട്ടിലിരിക്കട്ടെ. ഉമ്മ 10 മാസം പെറ്റ ഉമ്മയല്ലേ, എങ്ങനെയൊക്കെ പറയാൻ പാടും ഒന്നില്ലെങ്കിൽ. ഇതൊക്കെ ഞാൻ അവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നീ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ആശുപത്രിയിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വയ്യാണ്ട് തലകറങ്ങി. ഇതൊക്കെ പറയണ കാരണമാണ് ഉമ്മക്ക് തീരെ വയ്യാണ്ടാകുന്നത്. ഞാൻ കുറച്ച് ദിവസം അവിടെ 2 ആഴ്ച അവിടെ പോയി ഇരിക്കാൻ വീട്ടിൽ. അപ്പം ശരിയാവും കേട്ടാ. നീ ഡ്രസ്സൊന്നും എടുക്കണ്ട, ഡ്രസ്സും വേണ്ട, ഒക്കെ ഞാൻ വാങ്ങിക്കൊടുത്തോളാം പുതിയതൊക്കെ. ഇല്ല മാമ, ഉമ്മാനെ കൊണ്ടുപോകണ്ട. ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഉമ്മാക്ക് ഈ വയ്യാതൊക്കെ കൂടിയത്. ഞാൻ ഇനി അങ്ങനെ ഒന്നും ഒരിക്കലും പറയില്ല. മാമാന്റെ ഒപ്പം ഒന്നും പോണ്ടമ്മ, ഞാൻ നോക്കിക്കോളാം ഉമ്മാനെ പൊന്നു പോലെ. ഞാൻ പറഞ്ഞതിനൊക്കെ ഉമ്മാനോട് ഞാൻ എന്താ പറയാ, ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല അമ്മ. ഉമ്മ എന്നോട് ക്ഷമിക്ക്. ഞാൻ അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയതല്ലേ, പറഞ്ഞു പോയതല്ലേ. ഉമ്മ എന്നോട് മാപ്പാക്കുമ്മ. ഉമ്മ മാമാന്റെ ഒപ്പം പോവല്ലേ. ഉമ്മ ഇല്ലെങ്കിൽ വീട്ടില് ആരും ഇല്ലാത്ത പോലെ തോന്നും. ശരിയാണ്, ഞാൻ സാലീനെ പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയോ അറിയാണ്ട് പറഞ്ഞു പോയി. ഉമ്മ അതൊക്കെ പൊരുത്തപ്പെടുമ്മ, അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയാ. ഉമ്മ എന്നോട് ക്ഷമിക്ക്. ഫ്രീഡം വേണമെന്നല്ലേ നീ പറഞ്ഞിരുന്നു. ഇവിടെ ഉമ്മക്ക് അത്ര ഭാരമല്ല നിക്ക്. അത് കാരണം ഉമ്മ കുറച്ച് ദിവസം അവിടെ നിന്ന് ഇരിക്കട്ടെ. ഉമ്മ ഇല്ലെങ്കിലേ ഉമ്മാന്റെ വില അറിയുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച എത്ര നിനക്ക് ഇങ്ങോട്ട് പോരാൻ തോന്നുന്നു അത് വരെ നീ അവിടെ ഇരുന്നു. ഒരാളൊന്നും പറയില്ല. ഇല്ലക്ക, എനിക്ക് എൻ്റെ കുട്ടികളെ വിട്ടിട്ട് വരാൻ മനസ്സില്ല. അല്ലാതെ എന്നാ വരാ, അവരെയൊക്കെ എല്ലാവരും ആയിട്ടും വരാ. എന്താ അത്രയും ഈ വിഷമത്തിന് വന്നാൽ എൻ്റെ മക്കൾ ഇതാവും. അതങ്ങനെ തന്നെ പറയുള്ളൂ. സ്വന്തം മകനെ വിട്ട് നിൽക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു ഇതില്ലേ, വിഷമമുണ്ടല്ലോ, ആ ഒരു വിഷമത്തിന് ഒരാഴ്ച അവിടെ നിൽക്ക്. അത് ഈ പറഞ്ഞാൽ മനസ്സിലാകാത്തത്. ഇനി എത്ര ഇനി കാണിക്കില്ല എന്ന് എന്തോ കണ്ടുകൊണ്ടാ. 2 ദിവസം കഴിഞ്ഞിട്ട് പിള്ളേരിനൊക്കെ വിളിച്ചിട്ട് വരാം. എന്താ നിന്റെ താല്പര്യം പോലെ, നിന്റെ ഇഷ്ടം അങ്ങനെ അതുപോലെ ചെയ്താൽ മതി. അവര് വിഷമിക്കും, മോൻ വിഷമിക്കുക. അങ്ങനെയുള്ള മോനല്ല, കുട്ടികളെ ഒറ്റക്ക് ആയ പോലെ ആവും. അവര് എന്നെ വിഷമിക്കും. കണ്ടില്ലേ? കാരണം എന്നാലും എന്ത് വിഷമമുണ്ടെങ്കിലും മക്കളെ വിട്ട് നിൽക്കണ്ടെന്ന് നോക്കിയേ. അതാണ് സ്വന്തം ഉമ്മ. ഉമ്മാനെ എപ്പോഴും ഒരിക്കലും തള്ളിപ്പറയരുത്. ആരെന്ത് പറഞ്ഞാലും, ഭാര്യ പറഞ്ഞാലും പാടില്ല, മക്കൾ കൂട്ടുകാർ ആര് പറഞ്ഞാലും ഉമ്മാനെ തള്ളിപ്പറയാൻ പാടില്ല എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. ഉമ്മ എന്ത് പറഞ്ഞിട്ടും കണ്ടില്ലേ, മക്കളോട് സ്നേഹം, ഇതാണ് സ്നേഹം. ഉമ്മാനെ കൊണ്ടുപോകണ്ട. ഉമ്മ പറയണൊക്കെ കേട്ടില്ലേ. ഇനി എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു തെറ്റുണ്ടാവില്ല. ഞാൻ നോക്കിക്കോളാം ഉമ്മാനെ. ഉമ്മ ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തേലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഉമ്മ പൊരുത്തപ്പെട്. അപ്പത്തെ ഒരു ബുദ്ധിമോശത്തിൽ ഞാൻ എന്തേലൊക്കെ പറഞ്ഞു പോയി. ഇനി ഒരിക്കലും ഞാൻ പറയില്ല ഉമ്മ. എനിക്ക് സങ്കടമുണ്ട് ഉമ്മാനെ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യാ? ഞാൻ ചെയ്ത തെറ്റിന് പഠിച്ച് എനിക്ക് ശിക്ഷ തരട്ടെ. ഞാൻ ഉമ്മാനെ എന്തൊക്കെയാ പറഞ്ഞു. എനിക്ക് വൈ, ഞങ്ങനൊന്നും പറയില്ല. വിഷമിക്കണ്ട. ഇതൊക്കെ പറഞ്ഞില്ല, തന്നെ വിട്ടിട്ട് തന്നെ എങ്ങോട്ടും പോവില്ല. നിങ്ങളെ കണ്ടാളി വിട്ടിട്ട് ഉമ്മ എങ്ങോട്ടും പോവില്ല. വിഷമിക്കണ്ട, കരണ്ട. നീ കരണ്ട മോനെ, കരണ്ട. ഉമ്മക്ക് ഇതൊക്കെ പറഞ്ഞില്ല, അതേ മതി. ഉമ്മ എങ്ങോട്ടും പോണില്ല. നിങ്ങളെ വിട്ടിട്ട് ഉമ്മ പോവില്ല. എന്നും ഇങ്ങനെ സന്തോഷത്തിൽ കാണാനാണ് മാമാക്ക് ഇഷ്ടം, മനസ്സിലായില്ലേ? ഇനിങ്ങനെ ഉമ്മാനെ നന്നായിട്ട് നോക്കുക. എനിക്ക് അതാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെ വിഷമിച്ചിട്ടാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇരിക്കാനും പറ്റില്ല. ഉമ്മാനെ വിളിച്ചോണ്ട്, കാരണം കാറടക്കം പോയിട്ട് അമ്മായി പറഞ്ഞത്, കാറടക്കം കൊണ്ടൊക്കെ പോയി വിളിച്ചിട്ട് വന്ന് അമ്മായി പറഞ്ഞില്ല. ഞാനും ഓടി വന്നത്. ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മമ്മ. ഉമ്മ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. എനിക്ക് എത്ര സങ്കടമായെന്നറിയോ. എൻ്റെ ഉമ്മാനെ ഇനി എവിടേക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ നോക്കാം പൊന്നു പോലെ. അതും സത്യസന്ധമായിട്ട് മനസ്സിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്കിന്ന് വരേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നോക്കി സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ മാമാക്ക് സന്തോഷം തന്നെയുള്ളൂ. അത് അവളുടെ വിഷമിപ്പിച്ച് കാണുന്നത് ഭയങ്കര സങ്കടം വരുന്നത്. അപ്പം ഇനിയെങ്കിലും അത് നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. വർത്താനം പറയുമ്പോൾ ഒക്കെ നോക്കി ശ്രദ്ധിക്കുക, അതിനെ കൊണ്ടാക്കുക. അങ്ങനെയുള്ള വിഷമം തലയിൽ കട്ടുമ്പോഴാണ് ഷുഗറും പ്രഷറൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തലകറങ്ങി വീട്ടിലൊക്കെ വരുന്നത്. നിങ്ങളതൊന്നും പറയാണ്ടിരുന്നാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെന്നാ വിളിച്ചിട്ട് അങ്ങോട്ട് പോരാ. ഇനി ഒരാഴ്ച അവിടെ വന്ന് ഇരിക്കാം നമുക്ക്. ഈ ടെൻഷൻ ഇവിടെ നിന്ന് ഇരുന്നിട്ട് ആ ടെൻഷൻ കൂടാണ്ടേ വീട്ടിലൊന്ന് കുറച്ച് ദിവസം ഇരിക്കാമല്ലോ. വിളിച്ചിട്ട് വരാം. വേറെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ വിളിച്ചിട്ട് വരാം. അപ്പം ഞാൻ ഇറങ്ങട്ടെന്നാ.
തന്നോടൊക്കെ ചോദിച്ചെന്ന് അറിയിട്ടാ. ആ പറയാം. വിഷമം വരുന്ന പോലെ ഞാൻ ഒരിക്കലും അങ്ങനൊന്നും പറയില്ല കേട്ടമ്മ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമായിട്ടുണ്ടെന്നില്ല എന്നോട് പൊരുത്തപ്പെടണേ. അതൊന്നും എന്റെ മോൻ പറഞ്ഞതിലൊന്നും ഉമ്മക്കൊരു കാര്യമൊന്നുമില്ല. ഉമ്മാക്കിപ്പോ അപ്പോ അതൊക്കെ നാം പൊരുത്തപ്പെടും. എന്റെ മോനെ പറഞ്ഞതിന് ഉമ്മയുടെ മനസ്സിലൊന്നേ ഇല്ല. മോനക്കുണ്ടാവും വിഷമം. എൻ്റെ ഉമ്മാനെ പറഞ്ഞു പോയല്ലോ. എനിക്ക് എൻ്റെ മോനെ ശ്രദ്ധിക്കാൻ പറ്റുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മുറ്റോ. അത് ഭക്ഷണം കഴിക്കാത്ത കാരണേ തല കറങ്ങി പോയത്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഉഷാറായി കഴിഞ്ഞു. ഇനി ഞാനും സാലികയായാലും ഉമ്മാനോട് ഒരു വാക്കുകൊണ്ടോ ഒരു മോശം പോലെയോ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ ഒരിക്കലും ഒന്നും പറയുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യില്ല. ഉമ്മ നല്ല പോലെ ഇരിക്കട്ടമ്മ. എൻ്റെ മോൻ വിഷമിക്കണ്ട. എൻ്റെ മോൻ പോയി ചായ കുടിച്ചോ? പറ്റും പോ. എൻ്റെ മോൻ വയ്ക്കാം. എൻ്റെ മോനെ ഒരു കുഴപ്പമില്ല. പോയി ചായ കുടിക്കട്ടോ.